നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വെള്ളാപ്പള്ളി നടേശൻ സാക്ഷാൽ വി.ഡി. സതീശന്റെ മുന്നിൽ ഇനി മുട്ടിലിഴയും. ഇതാണ് കാലത്തിന്റെ കാവ്യനീതി. സതീഷിനെതിരെ ഇല്ലാക്കഥകൾ പ്രചരിപ്പിച്ചും അപഹസിച്ചും പിണറായി വിജയന്റെ ആത്മവിശ്വാസം കണ്ട് തെറ്റിദ്ധരിച്ചും വെള്ളാപ്പള്ളി തുള്ളിച്ചാടിയതിന്റെ ബാക്കി ഇനി കോടതിയിൽ മണിമണിയായി പറയേണ്ടി വരും. സതീഷിന് പകരം ചെന്നിത്തലയെയും ലിജുവിനെയും ബിന്ദു കൃഷ്ണയെയും ചാക്കിട്ട് പിടിക്കാനുള്ള നടേശൻ മുതലാളിയുടെ നീക്കവും പാളി. ഇനി വെള്ളാപ്പള്ളിയെ കണ്ടാൽ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള കോൺഗ്രസുകാർ ഓടി രക്ഷപ്പെടുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പങ്കെടുക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ മന്ത്രിമാരായ M. ലിജുവും രമേശ് ചെന്നിത്തലയും അസൗകര്യം അറിയിച്ചതോടെ സംഘാടകർ പരിപാടി ഒഴിവാക്കി. വിശാല KPCC യോഗം നടക്കുന്നതിനാൽ എത്താൻ വൈകുമെന്നാണ് മന്ത്രിമാർ അറിയിച്ചത്. കേരള കൗമുദിയുടെ 115ാം വാർഷികത്തോടനുബന്ധിച്ച് ആലപ്പുഴയിൽ വൈകിട്ട് 6 മണിക്ക് നടക്കാനിരിക്കുന്ന പരിപാടിയിലേക്കാണ് ചെന്നിത്തലയ്ക്കും M. ലിജുവിലും ക്ഷണം ലഭിച്ചത്. പരിപാടിയുടെ പുതുക്കിയ തീയതി സംഘാടകർ അറിയിച്ചിട്ടില്ല. തീയതി ഏതായാലും മന്ത്രിമാർ വരില്ല. വെള്ളാപ്പള്ളിക്കൊപ്പം വേദി പങ്കിടാനുള്ള മന്ത്രിമാരുടെ തീരുമാനം വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഒപ്പം മന്ത്രി ബിന്ദു കൃഷ്ണ വെള്ളാപ്പള്ളിയെ സന്ദർശിച്ചതും BDJS നേതാവ് തുഷാർ വെള്ളാപ്പള്ളിയും രമേശ് ചെന്നിത്തലയും ഒരേ പരിപാടിയിൽ വേദി പങ്കിട്ടതും വിവാദമായിരുന്നു. വർഗീയ പരാമർശങ്ങൾ നടത്തിയ നേതാവിനെ കാണാൻ പോയത് തെറ്റാണ് എന്ന് യൂത്ത് കോൺഗ്രസിൽ നിന്നടക്കം ബിന്ദു കൃഷ്ണയ്ക്കെതിരെ വിമർശനം ഉയർന്നിരുന്നു. വെള്ളാപ്പള്ളിയുടെ മുന്നിൽ ബിന്ദു കൃഷ്ണ കൈകൂപ്പി നിൽക്കുന്നതും അദ്ദേഹം തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നതുമായ ചിത്രം വെള്ളാപ്പള്ളി ഔദ്യോഗിക പേജിലൂടെ പുറത്തുവിട്ടതോടുകൂടിയാണ് വിമർശനങ്ങൾ ഉയർന്നത്. തിരികെ പോകുമ്പോൾ DCC ഓഫീസിൽ കൂടി കയറണേ എന്ന് കോൺഗ്രസുകാർ തന്നെ മന്ത്രിയെ പരിഹസിച്ചു. ആലപ്പുഴയിലെ മന്ത്രിമാർ ആദരിക്കൽ ചടങ്ങ് ബഹിഷ്കരിച്ചതിന് പിന്നിൽ VM സുധീരനാണ്. SNDP യൂണിയൻ സെക്രട്ടറിയുടെ മരണം SIT അന്വേഷിക്കാൻ പോകുകയാണ്. അന്ന് പിണറായി സർക്കാർ ഒന്നും ചെയ്തില്ല. ഈ വൈകിയ വേളയിലെങ്കിലും നീതി നടപ്പാക്കിയേ തീരൂ എന്ന VM സുധീരന്റെ കത്താണ് നിർണായകമായത്. KK മഹേഷിന്റെ ആത്മകഥയിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. SNDP യോഗം കളിച്ചിക്കുളങ്ങര യൂണിയൻ സെക്രട്ടറിയും മൈക്രോ ഫിനാൻസ് പദ്ധതി സംസ്ഥാന കോർഡിനേറ്ററുമായിരുന്ന KK മഹേഷിന്റെ ആത്മഹത്യയിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ച് പുനരന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ മുഖ്യമന്ത്രി V.D. സതീശന് കത്ത് നൽകി. മഹേഷിന്റെ ഭാര്യ ഉഷാദേവി നീതി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നൽകിയ അപേക്ഷയും സുധീരൻ ഇതോടൊപ്പം കൈമാറിയിട്ടുണ്ട്. ഈ ദാരുണമായ സംഭവത്തിൽ മുൻപ് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന് ഉഷാദേവി കത്ത് നൽകിയിരുന്നെങ്കിലും മുൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഫലപ്രദമായ യാതൊരു നടപടിയും ഉണ്ടാകില്ലെന്ന് VM സുധീരൻ കത്തിൽ കുറ്റപ്പെടുത്തി. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന KK മഹേഷിനെ കളിച്ചിക്കുളങ്ങര യൂണിയൻ ഓഫീസിനുള്ളിലാണ് ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. മരണത്തിന് മുൻപ് വെള്ളാപ്പള്ളി നടേശൻ എഴുതിയ 32 പേജുള്ള കത്തും ക്രൈംബ്രാഞ്ച് മേധാവിക്കും CIക്കും പ്രത്യേകമായി എഴുതിയ കത്തുകളും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ശേഷമായിരുന്നു മഹേഷിന്റെ ആത്മഹത്യ. വെള്ളാപ്പള്ളി നടേശനിൽ നിന്ന് അനുഭവിച്ച കടുത്ത മാനസിക പീഡനങ്ങളും കള്ളക്കേസുകൾ കുടുക്കി ജയിലിലാക്കുമെന്ന ഭീഷണിയുമാണ് തന്റെ ഭർത്താവിന്റെ മരണത്തിന് കാരണമായത് എന്ന് ഭാര്യ ഉഷാദേവി ചൂണ്ടിക്കാണിച്ചിരുന്നു. മൈക്രോ ഫിനാൻസിലെയും SNDPയിലെയും ക്രമക്കേടുകളുടെ മുഴുവൻ ഉത്തരവാദിത്വവും മഹേഷിന്റെ തലയിൽ കെട്ടിവെച്ച് വേട്ടയാടാൻ ശ്രമിച്ചതായും ആത്മഹത്യാ കുറിപ്പുകളിൽ പരാമർശം ഉണ്ടായിരുന്നു. വെള്ളാപ്പള്ളിക്ക് വേണ്ടി പീഡിപ്പിക്കപ്പെട്ടിരുന്ന യൂണിയൻ നേതാക്കൾക്കായി തന്റെ ജീവിതം ഹോമിക്കുന്നുവെന്നാണ് മഹേഷൻ കത്തിൽ കുറിച്ചിരിക്കുന്നത്. ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിൽ തങ്ങൾക്കൊട്ടും വിശ്വാസമില്ലെന്ന് മഹേഷിന്റെ കുടുംബം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലീസ് കണ്ടെത്തിയ സുപ്രധാനവും പ്രസക്തവുമായ പല രേഖകളും തമസ്കരിക്കപ്പെടുന്ന ദുരവസ്ഥയിൽ ഉണ്ടായിട്ടുണ്ടെന്ന് VM സുധീരൻ ആരോപിച്ചു. മഹേഷിന്റെ ആത്മഹത്യാ കുറിപ്പുകളിൽ തുറന്നു പറഞ്ഞിരുന്ന ഗുരുതരമായ വസ്തുതകളെക്കുറിച്ചും ശരിയായ രീതിയിലുള്ള അന്വേഷണം നടന്നിട്ടില്ലെന്നാണ് യാഥാർത്ഥ്യം. പോലീസ് കണ്ടെടുത്ത സുപ്രധാന തെളിവുകൾ അട്ടിമറിക്കപ്പെട്ട സാഹചര്യത്തിൽ വൈകിയ വേളയിലെങ്കിലും നീതി നടപ്പാക്കാൻ സർക്കാർ തയ്യാറാകണം. മഹേഷിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങളെയും അതിന് പിന്നിലെ ഭീഷണികളെയും കുറിച്ച് സത്യസന്ധമായ അന്വേഷണം ഉറപ്പാക്കാൻ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കണമെന്നും VM സുധീരൻ മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിലൂടെ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിന്റെ പൂർണ്ണരൂപം നോക്കാം. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, ചേർത്തല താലൂക്ക് കളിച്ചിക്കുളങ്ങര വീട്ടിൽ സ്വയം ജീവനൊടുക്കിയ KK മഹേഷിന്റെ ഭാര്യ ഉഷാദേവിയുടെ അപേക്ഷ ഇതോടൊപ്പം അയക്കുകയാണ്. SNDP യോഗത്തിന്റെ കളിച്ചിക്കുളങ്ങര യൂണിയൻ സെക്രട്ടറിയും ദേവസ്വം ഖജാൻജിയും മൈക്രോ ഫിനാൻസ് സംസ്ഥാന കോർഡിനേറ്ററുമായിരുന്ന KK മഹേഷിനെ സ്വയം ജീവൻ വെടിയുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഉത്തരവാദികളായ കുറ്റവാളികളെ നിയമിക്കുന്നതിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് മഹേഷിന്റെ സഹധർമ്മിണി ശ്രീമതി ഉഷാദേവി അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് അപേക്ഷ നൽകിയിരുന്നു. ഇക്കാര്യം കത്തുമുഖാന്തരം ഞാനും മുൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. നിർഭാഗ്യവശാൽ ഫലപ്രദമായ യാതൊരു നടപടിയും മുൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല.
സ്വജീവിതം സമാധാനമായി അവസാനിപ്പിക്കുന്നതിന് മുമ്പ് 32 പേജ് വരുന്ന ആത്മഹത്യാക്കുറിപ്പ് കേരളത്തിലെ SNDP യൂണിയൻ നേതാക്കൾക്ക് മഹേഷൻ അയച്ചു നൽകിയതായും പ്രസ്തുത കുറിപ്പിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശനിൽ നിന്നും താൻ അനുഭവിച്ച മാനസിക പീഡനങ്ങളും കേസുകളിൽ കുടുക്കി ജയിലിലാക്കുമെന്ന ഭീഷണിയും മൈക്രോ ഫിനാൻസ് ക്രമക്കേടുകളുടെ ഉത്തരവാദിത്തം മുഴുവൻ തന്റെ തലയിൽ കെട്ടിവെക്കുമെന്ന ഭീഷണിയുടെയും SNDP യോഗത്തിലൂടെ ട്രസ്റ്റിൽ നടന്നുവരുന്ന ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകൾ മഹേഷിൽ ചുമത്തപ്പെടുന്നതിനുമുള്ള വെള്ളാപ്പള്ളിയുടെ ഭീഷണിയുമാണ് തന്റെ ഭർത്താവിന്റെ മരണത്തിന് കാരണമെന്ന് മഹേഷിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുവെന്ന് ശ്രീമതി ഉഷാകുമാരിയുടെ ഈ അപേക്ഷയിൽ പറയുന്നുണ്ട്. മരണദിവസം തയ്യാറാക്കി പോക്കറ്റിൽ സൂക്ഷിച്ചിരുന്ന മരണകാരണ വിവരിച്ച മറ്റൊരു ആത്മഹത്യാക്കുറിപ്പിൽ വെള്ളാപ്പള്ളിയുടെ സ്വാധീനം ഉപയോഗിച്ച് പോലീസ് സേന മാറ്റിയതായി ചില ഉദ്യോഗസ്ഥർ തങ്ങളെ അറിയിച്ചതായും ഈ അപേക്ഷയിൽ തന്നെ വ്യക്തമായിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലീസ് കണ്ടെടുത്ത സുപ്രധാനവും പ്രസക്തവുമായ രേഖകൾ മിക്കതും തമസ്കരിക്കപ്പെടുന്ന ദുരവസ്ഥ ഉണ്ടായിരുന്നു. മഹേഷിന്റെ ചരമക്കുറിപ്പുകളിൽ തുറന്നു പറഞ്ഞിരുന്ന വസ്തുതകളെക്കുറിച്ചോ ശരിയായ രീതിയിൽ അന്വേഷണം നടത്തിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇതെല്ലാം കണക്കിലെടുത്ത് ഇനിയെങ്കിലും നാടിനെ നടുക്കിയ ഈ ദാരുണ സംഭവത്തെക്കുറിച്ച് സത്യസന്ധരും നിഷ്പക്ഷരും കാര്യപ്രാപ്തിയുമുള്ളവരായ നല്ല പൂർവ്വകാല പശ്ചാത്തലമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചുകൊണ്ട് കൃത്യമായ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. ഇക്കാര്യത്തിൽ യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് നിയമവാഴ്ചയ്ക്ക് തന്നെ സംഭവിക്കുന്ന അതിഗുരുതരമായ വീഴ്ചയായിരിക്കുമെന്നതിൽ സംശയമില്ല. ഇങ്ങനെ പോകുന്നു കത്ത്. ഇതിൽ VD സതീശൻ എടുക്കുന്ന തീരുമാനം, ചെന്നിത്തല എടുക്കുന്ന തീരുമാനം എന്താകുമെന്ന് കാത്തിരുന്നു കാണാം.